ഈ അടുത്തിറങ്ങിയ വലിയൊരു പടത്തിന്റെ ക്ഷീണം ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റിയിട്ടുണ്ട്. എടുത്തു പറയത്തൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളാം, എല്ലാവരും കൊള്ളാം. സ്റ്റണ്ടൊക്കെ ലാസ്റ്റ് ഫൈറ്റൊക്കെ കുഴപ്പമില്ല. നല്ല സിനിമയാണ്, നന്നായിരുന്നു. ഞാൻ ആ പേര് കേട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആക്ഷൻ കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പിന്നെ അതിനുശേഷം ഒരു അല്പം ലാഗ് ഉണ്ടെന്നുള്ള കൊള്ളാം, നല്ല പടം. ആക്ഷനൊക്കെ കുഴപ്പമില്ല, കോമഡി അല്ല ആക്ഷനാണ്. പിന്നെ ആ ഒരു കഥ അങ്ങനെ പറഞ്ഞു പോകുന്നു, അത്രയാണ്. എടുത്തു പറയത്തൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളാം, എല്ലാവരും കൊള്ളാം. സ്റ്റണ്ടൊക്കെ ലാസ്റ്റ് ഫൈറ്റൊക്കെ കുഴപ്പമില്ല. നല്ല സിനിമയാണ്, നന്നായിരുന്നു. ഞാൻ ആ പേര് കേട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഈ ഡ്രഗ്സിൻ്റെ ഇതൊക്കെ തൂത്തെറിയാൻ പറ്റും. അപ്പം നമ്മളിപ്പം ഓരോ കുട്ടികളെയും നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടിക്കൊന്നും പറ്റില്ലെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു സന്ദേശവും കൂടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഒരു നിമിഷം പോലും ലാഗ് ചെയ്തില്ല. ഞങ്ങൾക്ക് നല്ല ആദ്യമൊക്കെ ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ജീവിത തിരക്കുകളെ ഇടയിൽ നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത്രയും സമയം നമുക്ക് ടെൻഷനില്ലാതെ നല്ല സിനിമയായിരുന്നു. നല്ല രസമുണ്ട്. ഈ അടുത്തിറങ്ങിയ വലിയൊരു പടത്തിന്റെ ക്ഷീണം ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഈ അടുത്തിറങ്ങിയ വലിയൊരു പടത്തിന്റെ ക്ഷീണം ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് രസകരമായിട്ടുള്ള പടമാണ്. ജസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കാണുന്ന ഫൺ മൂവിയാണ്. കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പലരുടെയും. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ച് ഓക്കെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പടത്തിൻ്റെ. ത്രൂ ഔട്ട് കോമഡി നല്ലപോലെ ഉണ്ട്, പടം അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടത്. എടുത്തു പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ ചില ക്യാരക്ടേഴ്സ് നമ്മൾ അവരധികം ഫിലിമിൽ കണ്ടിട്ടില്ല. ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഫിലിം പറഞ്ഞു വന്നു വെച്ചാൽ നമ്മൾ ഈ +2 കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ്. ഇത് പേരിട്ടപ്പോൾ ഞാൻ വെച്ചിട്ട് ത്രൂ ഔട്ട് ഇടിപടമായിരിക്കും ദൈവമേ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒരു +2 കാലഘട്ടത്തിൽ നടക്കുന്ന ചില ആളുകളുടെ ജീവിത സംഭവം വളരെ രസകരമായിട്ട്, എന്നാൽ ഇതിൻ്റെ ഫൈറ്റ് വേണ്ട ആ എലമെൻറ്റ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിലിമാണ്, ഏതായാലും വന്ന് കാണണം, നല്ല മൂവിയാണ്. ഇല്ല, ഫുള്ളടിയില്ല. ഒരു കോളേജ് വിദ്യാർത്ഥികൾക്ക് പറ്റിയ ഒരു സ്റ്റോറി, മയക്കുമരുന്നിനെതിരെ ഒരു അവസാനം ഒരു മെസ്സേജ് തരുന്നുണ്ട് പടം. ആക്ഷനാണ് പടം, சைலண்ட் ஆனங்களும் ஆக்ஷனான ஒரு படம் பரவாயில்ல, நல்லா இருக்குது. இந்த வித்தியாசமாக எடுத்துருக்காங்க. ஃபைட்டு ஆக்ஷன் தான் பார்த்தேன், ஆக்ஷன் நல்லா இருக்குது. இல்லை இவர் படம் தான் ஃபஸ்ட் டைம் பார்க்குறேன், நல்லா பண்ணியிருக்கிறாப்புல. அதனால் நான் நார்மல் ஹீரோ இல்லாமல் வித்தியாசமாக இருக்கிறாரு. தனுஷ் மாதிரி அது மாதிரி வித்தியாசமாக. ஆக்ஷன்லாம் நல்லாயிருக்கு, நல்லா பண்ணியிருக்காரு. பீட்டர் கெயின் தானே, நல்லா பண்ணியிருக்கிறார். ஸ்டோரி தமிழில் இருந்து வித்தியாசமான ஸ்டோரி இது. இல்லை நான் ஆக்ஷன் தான் ரிவ்யூ பார்க்கும்போது ஆக்ஷன் தான் இருந்தது. ஆக்ஷன் தான் நல்லாயிருக்கு ஒருத்தர்.